ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് 11. രണ്ട് മാച്ചസ് ആണ് ഉള്ളത്. ട്യൂസ്ഡേ ആണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ഡബിൾ ഹെഡർ ഉണ്ട്. ഫസ്റ്റ് കളി കൊൽക്കത്ത വേഴ്സസ് ലക്നൗ. കൊൽക്കത്തയിലാണ് കളി നടക്കുന്നത്, ഈഡൻ ഗാർഡൻസിൽ. രണ്ടാമത്തത് പഞ്ചാബ് വേഴ്സസ് ചെന്നൈ, മുള്ളൻപൂരിലാണ്. പഞ്ചാബിലെ ഹോം ഗ്രൗണ്ടിലാണ് കളി. സോ കൊൽക്കത്ത ആൻഡ് ലക്നൗ അവർക്ക് എന്താ പറയുക, ഒരു വളരെ നിർണായകമായിട്ടുള്ള കളിയാണ്. സോ അവരുടെ ഒരു ഫസ്റ്റ് ഒരു ക്വാളിഫയിങ് സ്റ്റേജിലോട്ട് പോകുന്ന ഒരു അല്ലെങ്കിൽ താഴോട്ട് പോകണോ എന്നുള്ളൊരു ഡിസൈഡ് ചെയ്യുന്ന ഒരു കളിയാണ്. സംഭവം അതെ ഇതെന്താ പറയാ, മിഡിൽ ടേബിളിൽ പെട്ടിടക്കുന്ന രണ്ട് ടീമാണ്. അവരുടെ അതെ ഫോർച്ചുനേറ്റ് ഈ കളി തീരുമാനിക്കുന്നു എനിക്ക് വിചാരിക്കുന്നു. കാരണം എന്താന്ന് വെച്ചാൽ കൊൽക്കത്ത ഈ പറഞ്ഞതുപോലെ വളരെ സ്റ്റാക്കഡ് ആയിട്ടുള്ള ക്വാളിറ്റി പ്ലേയേഴ്സ് ഉള്ള ടീമാണ്. പക്ഷെ അവർക്ക് എന്തോ ഒരു കഴിഞ്ഞ 2-3 കളിയായിട്ട് അവർ പെർഫോം ചെയ്തിരുന്നില്ല. LSG ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് മാത്രം കഴിഞ്ഞ 2 കളി അവർ രക്ഷപ്പെട്ടു പോകുന്നു. 2-3 കളി പറഞ്ഞ പോലെ നിക്കോളസ് പൂരൻ അല്ലെങ്കിൽ ടോപ്പ് ഓർഡർ മാത്രം ആ ഒരു 3 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. അത് അതെ, മാർഷോ മാർഷോ, നിക്കോളസ്, മാർക്ക്. ഈ 3 പേരിൽ ആരെങ്കിലും ഡെലിവറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ടീം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം പന്തൊക്കെ എന്താ പറ്റുന്നത് നമുക്ക് ഒരു പിടുത്തവും കിട്ടാത്ത രീതിയിലാണ് തോന്നുന്നത് ബാറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഔട്ട് ഓഫ് ഡെഫിനറ്റ്ലി ടച്ച് തന്നെ പറയാം. കാരണം ഔട്ട് ആവുന്നതിൽ നമുക്ക് പ്രശ്നമല്ല, പക്ഷെ വേ ഹീസ് ഗെറ്റിംഗ് ഔട്ട്, ആള് സ്കോർ ചെയ്യുന്ന ഓരോ റൺസും കോൺഫിഡൻസ് വളരെ അഗ്ലി റൺസ് ആണ്. കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനമേ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ തന്നെ പന്ത് ഒരു ഓൾമോസ്റ്റ് ഹാഫ് ഔട്ട് എന്നുള്ള രീതിയിലാണ് പന്ത് ബാറ്റ് ചെയ്യുന്നത് തന്നെ. സോ ഡെഫിനറ്റ്ലി LSCനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടോപ്പ് 3 തന്നെയാണ് അവരുടെ ഒരു എയ്സ് എന്ന് പറയുന്നത്. അത് ഡെലിവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്കി എങ്ങനെയാവുമെന്ന് കണ്ടു തന്നെ അറിയണം. കൊൽക്കത്തേനെ സംബന്ധിച്ചിടത്തോളം കൊൽക്കത്തയ്ക്ക് നല്ലൊരു പോസിറ്റീവ് എന്ന് പറയുന്ന അവരുടെ മിഡിൽ ഓർഡറിൽ ഉണ്ടായിരുന്ന ഒരു കൺസേൺ വെങ്കടേഷ് അയ്യർ ആൻഡ് റിങ്കു സിംഗ് ഡെലിവേർഡ് ഇൻ ദ ലാസ്റ്റ് മാച്ച്. സോ അതൊരു വലിയൊരു പോസിറ്റീവ് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. സോ അവരുടെ വെങ്കടേഷ് അയ്യരും ഫോമിലോട്ട് എത്തി. ചക്രവർത്തി ഇപ്പൊ നല്ല ഫോമിലാണ്. അവരുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അവരുടെ ഈ പറഞ്ഞ ടോപ്പ് ഓർഡർ ഫയർ ചെയ്യുന്നില്ല എന്നാണ്. സുനിൽ നരേൻ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ട സുനിൽ നരേനെ അല്ല. ബൗളിങ്ങിൽ ഹീ ഈസ് വെരി ഗുഡ്. പക്ഷെ ബാറ്റിങ്ങിലോട്ട് വരുന്ന സമയത്ത് സാൾട്ടും നരേനും ചെയ്ത ഒരു മാജിക് ഇപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഡിക്കോക്കിനെ കൊണ്ടും നരേനെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി മേ ബി ഒരു ഗുർബാസിലോട്ട് തിരിച്ച് പോകുമെന്നുള്ള കാര്യം അറിയില്ല. ബട്ട് സ്റ്റിൽ അവര് ഡിക്കോക്ക് സ്റ്റിക്ക് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് അവര് ഇപ്പൊ ലാസ്റ്റ് കളി ജയിച്ചുകൊണ്ട് തന്നെ അവർ എനിക്ക് വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. എനിക്ക് ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ ഫോർ ദാറ്റ്. ബിക്കോസ് ഒരു കളിയെങ്കിൽ ഒരു കളി നരേനാണെന്നുണ്ടെങ്കിലും ഒരു കളി ഡിക്കോക്ക് ആണെന്നെങ്കിലും ഒരു കളി ഫോം ആയിട്ടുണ്ട്. സോ അവർ ഈ ഒരു ലെവനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് ചാൻസ്. സോ അങ്കുശ് രഘുവംശിയും കഴിഞ്ഞ കളി നന്നായിട്ട് പെർഫോം ചെയ്തു. രഹാനെയും മാച്ചിന്റെ കൺസിസ്റ്റന്റ് ആയിട്ട് ആളുടെ ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ലക്നൌയുടെ സൈഡിൽ അവന്റെ ബോളിംഗ് യൂണിറ്റ് പറഞ്ഞതുപോലെ ഷർദുൽ താക്കൂറിന്റെ ചുമലിലാണ് അവരുടെ ബോളിംഗ് യൂണിറ്റ് പോകുന്നത്. അവര് ഇന്നലെ കഴിഞ്ഞ കളി കറക്റ്റായിട്ട് നന്നായിട്ട് പെർഫോമൻസ് ചെയ്തു. ആവേഷ് ഖാൻ ആയിക്കോട്ടെ, ഷർദുൽ താക്കൂർ ആയിക്കോട്ടെ. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ ടോപ്പ് ഓർഡറിലെ 1-2 പ്ലേയേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ടീം ഉള്ളത്. സോ അതാണ് മേജർ ആയിട്ടുള്ള ഒരു കൺസേൺ ഉള്ള. ഡെഫിനറ്റ്ലി കൊൽക്കത്തയ്ക്കാണ് ഒരു എഡ്ജ് എന്ന് എനിക്ക് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ നിക്കോളസ് പൂരനോ മാർഷോ ആയിക്കോട്ടെ അവരുടേതായിട്ടുള്ള ഒരു ഡേ ആണെന്നുണ്ടെങ്കിൽ അവരുടെ നല്ലൊരു ടച്ച് ഇനീഷ്യലി കിട്ടിക്കഴിഞ്ഞാൽ ഏത് ടീമിന്റെ അടുത്തു നിന്നും ആ മാച്ച് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലേയേഴ്സ് ആണ്. സോ നാളെ പന്തിന്റെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നാളെ പന്തിന്റെ എങ്ങനെയായിരിക്കും പെർഫോമൻസ് എന്നുള്ള കാര്യത്തിൽ. ദെൻ സെക്കൻഡ് മാച്ച് വരികയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് വേഴ്സസ് ചെന്നൈക്ക് ഇതെന്ത് പറ്റി എന്നാണ് ആരാധകർ മൊത്തം ടോപ്പ് പോയിന്റ്. കഴിഞ്ഞ മത്സരം വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം. കാരണം ഒരു ഇന്റന്റും ഇല്ലാതെ, ജയിക്കാനുള്ള ഒരു ഉദ്ദേശം ഇല്ലാതെ കളിക്കുന്ന ഒരു ചെന്നൈയാണ്. കാരണം നെറ്റ് റൺ റേറ്റിൽ കുറച്ച് മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ജയിച്ചാലല്ലേ ഒരു നെറ്റ് റൺ റേറ്റ് കൊണ്ടുള്ള കാര്യമുള്ളൂ. അതെ, പോയിന്റ് ആണ് ഫസ്റ്റ്. അതെ, പോയിന്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒക്കെ ഒരു 8 വിൻ ഉണ്ട്, 16 പോയിന്റ് ഉണ്ട്. ഇതിലായത് നെറ്റ് റൺ റേറ്റ്. ഇപ്പൊ 4 പോയിന്റ് നിൽക്കുന്ന ടീമിന് ഇതിപ്പോ നെറ്റ് റൺ റേറ്റ് +2 ആയാലും എന്താണ്, -1 ആയാലും എന്താണ്. സോ ധോണി കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ടച്ച് ആണ്. രുദ്രാജ് ഗൈക്വാഡ് എന്റെ അഭിപ്രായത്തിൽ നാളെയെങ്കിലും ആള് ഓപ്പൺ ചെയ്യണം. ആളുടെ ബെസ്റ്റ് പൊസിഷൻ ഓപ്പണിംഗ് ആണ്. കോൺവേ രുദ്രാജ് ആണ് അവരുടെ ഒരു വിന്നിങ് അൽഗോരിതം തന്നെ അതിലാണ് കിടക്കുന്നത്. ബട്ട് സ്റ്റിൽ അവർ അതെല്ലാം കംപ്ലീറ്റ്ലി ഷാറ്റ് ചെയ്ത് പുറത്ത് വന്ന് പുതിയ എന്തൊക്കെയോ ട്രൈ ചെയ്യുന്നു. ആകെ വിയേർഡ് ആണ്. റെജിന് സുഖമായിട്ട് 1 ഡൗൺ കളിക്കാവുന്ന ഒരു പ്ലെയറാണ്. ഡെഫിനറ്റ്ലി മിഡിൽ ഓവറിലൊക്കെ നന്നായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് റെജിൻ. സോ
ഡെഫിനറ്റ്ലി കോൺവേ ആൻഡ് ഋതുരാജ് വരണം. പിന്നെ ചെന്നൈ എന്നുള്ള ഒരു ഗ്രൗണ്ട് ഇപ്പൊ പണ്ട് ലാസ്റ്റ് സീസൺ വരെ നമുക്കറിയായിരുന്നു ചെന്നൈയിലായിരുന്നു അവർ കംപ്ലീറ്റ്ലി സ്ട്രോങ്. ഇപ്പൊ ലാസ്റ്റ് 3 മാച്ചസ് ചെന്നൈയിൽ തന്നെ അവർ തോറ്റു. അതെ സോ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമെന്ന് ഈ സീസണിൽ നമുക്ക് നോക്കാം. പക്ഷെ അവരുടെ ഇന്റന്റ് മാറ്റാതെ ചെന്നൈ ഐ ഡോണ്ട് തിങ്ക് ഈ ഒരു ടൂർണമെന്റിൽ ഒരിക്കലും അവർ മുന്നോട്ട് പോവില്ല. ആ ഇന്റന്റ് കാരണം ഇന്ന് തന്നെ നമ്മൾ കണ്ടല്ലോ മുംബൈയുടെ ഒരു ഇന്റന്റ് തന്നെ ഉണ്ട്. അവരുടെ ഒരു ജയിക്കാനുള്ള ആ ഒരു ഡെസ്പറേറ്റ് ആയിട്ട് അവർക്കൊരു വിൻ വേണം എന്നുള്ളൊരു ഇത്. ബട്ട് ആ ഒരു ഇത് കാണുന്നില്ല. ചെന്നൈയിൽ ചേസ് ചെയ്യുമ്പോൾ 180+ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അവർ തോറ്റു എന്നുള്ള ഒരു മൈൻഡിൽ തന്നെയാണ് അവർ ഇറങ്ങുന്നത്. ആ ഒരു ഇന്റന്റ് മാറ്റി നാളെ അവർ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ബട്ട് ഡെഫിനറ്റ്ലി അപ്പർ ഹാൻഡ് പഞ്ചാബിന് തന്നെയാണ് നാളത്തെ മാച്ച് ഇപ്പോഴത്തെ റീസണൽ പെർഫോമൻസ് നോക്കുമ്പോൾ. അതെ ലെറ്റ്സ് സീ. സോ ധോണി ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സീനിയർ പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ സ്പീഡില്ല, അവർക്ക് റൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ആ ഗംഭീറിനെ സേവാഗിനെ സച്ചിനെല്ലാം ഓരോ മാച്ച് റൊട്ടേഷൻ പോളിസിയിൽ മാറ്റി മാറ്റി കളിപ്പിച്ച ഒരു ക്യാപ്റ്റൻ ആയിരുന്നു. സോ ആ ഒരു പ്ലെയർ ഇപ്പോൾ ഈവൻ ആൾക്കൊരു ടൂർ പോലും എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതിക്ക് ആൾ വീണ്ടും സ്റ്റിക്ക് ഓൺ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഭയങ്കര ക്രിറ്റിസിസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ധോണി ഫ്രം ദി ഓൾ ദ കോർണേഴ്സ്. സർപ്രൈസിംഗ്ലി ചെന്നൈ ഫാൻസ് തന്നെ ഭയങ്കര ത്രാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ട് തന്നെ ഇല്ല ധോണിനെ ഇത്രയും ത്രാഷ് ചെയ്യുന്ന ഒരു ചെന്നൈ കമ്മ്യൂണിറ്റി, ഒരു ചെന്നൈ ഫാൻസ് ഞാൻ ഈ കാലം വരെ കണ്ടിട്ടില്ല. ബട്ട് ഈവൻ ചെന്നൈ ഫാൻസ് വരും പോലും ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് ടീമിന്റെ മൊത്തം പെർഫോമൻസിൽ. അവർ ഈ പറഞ്ഞതുപോലെ അവർക്കും ഇപ്പൊ ഗുജറാത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആ ടീമിന് 4 തമിഴ് പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ഷാറൂഖ് ഖാൻ കളിക്കുന്നുണ്ട്, സായി കിഷോർ കളിക്കുന്നുണ്ട്, സായി സുദർശൻ കളിക്കുന്നുണ്ട്, കഴിഞ്ഞ കളി വാഷിംഗ്ടൺ സുന്ദരം കളിച്ചു. സോ അവർക്ക് ഇഷ്ടംപോലെ ടാലൻസ് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് പുറത്തുനിന്ന് ഈ ഓടുക, ഇവരിനെല്ലാം കൊണ്ടുവന്ന്. സോ ഇവിടെ ഇത്ര പോലെ ടാലന്റ് ഉണ്ട്, ഈ ടാലൻസിനൊന്നും ബാക്ക് ചെയ്യുന്നില്ല. സായി കിഷോർ ചെന്നൈയിൽ 3 കൊല്ലം സ്ക്വാഡിൽ ഉണ്ടായിരുന്നത്, ഒരു മാച്ച് പോലും ചാൻസ് കിട്ടിയില്ല. 3 കൊല്ലം ബെഞ്ചിൽ ഇരുന്നിട്ടാണ് ഗുജറാത്തിലോട്ട് പോകുന്നത്. ഗുജറാത്ത് അവർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നു. സോ ഇവർ യങ്സ്റ്റേഴ്സിന് ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല. ഓൾറെഡി റിട്ടയർഡ് ആയ 2 ബൗളേഴ്സാണ് സ്പിന്നേഴ്സ് ആയിട്ടുള്ളത്, അശ്വിൻ ആൻഡ് ജഡേജ. അവർ വലുതായിട്ട് ഫയർ ചെയ്യുന്നില്ല. ഓൾറെഡി 5 കൊല്ലം മുന്നേ റിട്ടയർ ആയ ധോണിയാണ് അവരുടെ കീപ്പർ. സോ ഈ പറഞ്ഞതുപോലെ വിജയ് ശങ്കർ ഇനി ഒരിക്കലും ഇന്ത്യൻ ടീമിലോട്ട് തിരിച്ചു വരാൻ സാധ്യതയില്ലാത്ത വിജയ് ശങ്കർ ആണ് അവരുടെ മിഡിൽ ഓർഡർ ബാറ്റർ. അങ്ങനെ നീളുന്നു CSKയുടെ ഒരു പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെല്ലാം നാളെ ബാറ്റ് കൊണ്ട് മറുപടി കൊടുക്കുമെന്നുള്ളത് നമ്മൾ അറിയണം. പഞ്ചാബിന്റെ സൈഡ് വന്നു തരികയാണെങ്കിൽ പഞ്ചാബ് കഴിഞ്ഞ കളി 6 ആയിട്ട് ഒരു ഫസ്റ്റ് മാച്ച് തോറ്റു. അതും ഈ പറഞ്ഞ അവർ തോറ്റുവെങ്കിലും അവർ ഇന്റന്റ് കാണിച്ചിട്ടാണ് അവർ തോറ്റത്. നമ്മളൊരു 15 ഓവർ വരെ ഈ മേ ബി മാക്സ്വെല്ലും വധേരും കളിച്ചിരുന്നെങ്കിൽ അവർ ചിലപ്പോ ആ സ്കോർ എത്തുക എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിച്ചു. അവരും ഈ പറഞ്ഞതുപോലെ നല്ലൊരു ടീമുണ്ട്, ഒരു വെൽ ബാലൻസ്ഡ് ടീമായിട്ടാണ് വരുന്നത്. അവരുടെ ഏക പ്രശ്നം ചഹൽ ഈസ് നോട്ട് പെർഫോമിങ്. അവരുടെ ഏക സ്പിന്നറായിട്ടാണ് വരുന്നത്. മുള്ളൻപൂരിൽ ഒരു സ്പിന്നറെ വെച്ചിട്ട് അവർക്ക് ഒരിക്കലും എന്താ പറയുക നല്ലൊരു ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റില്ല. അഡീഷണൽ ഒരു സ്പിന്നറെ കൂടി അവർ കൊണ്ടുവന്നാലേ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പറഞ്ഞാൽ മുള്ളൻപൂളും ബാക്കിയുള്ള ഗ്രൗണ്ടുകളെ പോലെ ചിന്നസ്വാമി വാങ്കഡെ പോലെ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ അല്ല, ഒരു 170, 190 ആ ഒരു റേഞ്ചിൽ. എനിക്ക് തോന്നുന്നത് ഇപ്പൊ പഞ്ചാബ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് ടോസ് കിട്ടി കഴിഞ്ഞാലും ബാറ്റിങ്ങിന് ഓപ്റ്റ് ചെയ്യാനാണ് ചാൻസ്. കാരണം റീസെന്റ് ഉള്ള ചെന്നൈയുടെ ചേസിങ് ഇത് കണ്ടിട്ട് ചെന്നൈ ഇൻ കേസ് ടോസ് കിട്ടിയാലും എനിക്ക് തോന്നുന്നു ടോസ് കിട്ടുന്നവർ ബാറ്റിംഗ് ഓപ്റ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. കാരണം ബാറ്റ് ചെയ്തൊരു 170, 180 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ ദ ചേസിംഗ് ടീം. സോ ലെറ്റ്സ് സീ. നാളത്തെ ടോസ് നല്ലൊരു ഫാക്ടർ ആയിരിക്കാം. അതിനുശേഷം നമുക്ക് കാണാം. നാളെ ആരാണ് ഫേവറേറ്റ് ടു വിൻ? പഞ്ചാബ് ഡെഫിനറ്റ്ലി. പഞ്ചാബ്. ഞാനും പഞ്ചാബിലോട്ട് പോകുന്നത്. ചെന്നൈ എനിക്കറിയില്ല, അവരുടെ ആ ഒരു ഇന്ത്യക്ക് മാറ്റാതെ അവർക്ക് ചെന്നൈയിൽ ബെറ്റ് ചെയ്യാൻ തോന്നുന്നില്ല നമുക്ക് ലാസ്റ്റ് കളികൾ കാണുമ്പോൾ. അതെ, അവർക്ക് ജയിക്കണം എന്നൊരു തോന്നൽ ആ ടീമിൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ചെന്നൈ നാളെ തോൽക്കാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. കാരണം ഒരു ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജും പഞ്ചാബിന്റെ സൈഡ് ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുമോറോ. കളിക്ക് ശേഷം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു റോഷൻ, താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ.